അതെ, ആ എയർ എടുക്കുന്നതാണ് അത്. കണ്ട പിടിക്കുന്നത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ പെരുമ്പാമ്പ് പോലെ തന്നെ. പക്ഷെ ഇതിന്റെ തല കണ്ടായിരുന്നു, ഇത് എത്തി കടിക്കുന്നതാണ്. കാരണം പാമ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഇപ്പൊ പെരുമ്പാമ്പെന്ന് വിചാരിച്ചല്ലേ ഇത് പിടിക്കാൻ നോക്കിയത്. പക്ഷേ ഇത് അണലിയായിരുന്നു സാധനം. പെരുമ്പാമ്പാണെങ്കിൽ ഒരു പക്ഷേ കടിച്ചാൽ കുഴപ്പമില്ലാന്ന് നോക്കാം. പക്ഷെ ഇതിന് പാമ്പുകളെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാരണവശാലും കൈകാര്യം ചെയ്യരുത്. അല്ല, കൊച്ചുങ്ങളുണ്ട്, ഓക്കെ ആയിക്കോട്ടെ. അത് കണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് വിട്ടിരുന്നാൽ മതിയായിരുന്നു. കാരണം നമ്മളിപ്പോ പാലോടുന്നല്ലേ പാലോടല്ലേ വിളിച്ച് പറഞ്ഞത്. പാലോടുന്ന് ഇവിടെ നമ്മുടെ കാട്ടക്കട പരുത്തിപ്പിള്ള RRT അവിടെ നിന്ന് കോർഡിനേറ്റർ നമ്മളല്ലേ. നമ്മളിപ്പോ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് 4-5 റെസ്ക്യൂർമാരുണ്ട്. അപ്പോ ഒരു കാരണവശാലും നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം വിളിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ, ഇപ്പൊ വിളിച്ചിട്ട് എത്ര സമയമായി? ഒരു 15 മിനിറ്റ് അത് എത്തിയില്ലേ? അത്രേ ഉള്ളൂ. വിളിച്ച സ്പോട്ടിൽ ആളെത്തും, പറന്നെത്തും, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അണലി ആയതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം വാലി പിടിച്ച് തൂക്കിയില്ലേ, ഇത് തിരിഞ്ഞു കടിച്ചെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കടിക്കാൻ വന്നു. അപ്പൊ എന്തിനു പറയാ ഞാൻ, എങ്ങനെ പിടിക്കുന്നത് നിയമവിരുദ്ധമാണ്. കാരണം ഇത് സ്ത്രീകൾ പിടിക്കുന്നതല്ല. നമ്മളിപ്പോ ലൈസൻസ് ഉള്ളവരെ ഇതിനെ പിടിക്കാൻ പാടുള്ളൂ. കാരണം അവർക്ക് മാത്രമേ ഈ പാമ്പുകൾ തിരിച്ചറിയാൻ പറ്റൂ. അപ്പൊ ഏത് പാമ്പായിരുന്നാലും ഏത് രീതിയിൽ എടുക്കണമെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് നിങ്ങൾക്കറിയില്ല. പിടിക്കും എന്ന് പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ കടിയെല്ലാം കിട്ടിയ ആരെടുത്തോണ്ട് പോകും? നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നെ. കാരണം കൊച്ചു കുട്ടികളാണ്. ഇന്നലെ രാത്രി ഞാൻ ഇതിനെ കണ്ടു, ഇന്നും വന്ന്, അതുകൊണ്ടാണ് പെട്ടെന്ന് പിടിച്ചത്. അല്ലെങ്കിൽ പിടിക്കില്ലായിരുന്നു. കുഞ്ഞു മക്കളൊക്കെ ഉള്ളതല്ലേ. അതിന്റെ തലവട്ടം കണ്ടോ കണ്ട? അതെ, ആ എയർ എടുക്കുന്നതാണ് അത്. കണ്ട പിടിക്കുന്നത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ പെരുമ്പാമ്പ് പോലെ തന്നെ. പക്ഷെ ഇതിന്റെ തല കണ്ടായിരുന്നു, ഇത് എത്തി കടിക്കുന്നതാണ്. അതായത് ചാടി കടിക്കുന്ന സാധനമാണ്. ചാടി കടിക്കുന്നതാണ്. അല്ല, കേരളത്തില്, അതായത് നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും വിഷം കൂടിയത്, കേരളത്തിലെ തന്നെ പറയാം, ഏറ്റവും വിഷം കൂടിയത് അണലിയാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു വെമ്പാല. കടിക്കുന്നുണ്ട് അത്. ഇല്ല, കാരണം അത്രയ്ക്ക് കുഞ്ഞായി. എന്നാലും ചേച്ചിനെ സമ്മതിക്കണം കേട്ടാ, സമ്മതിക്കണം. പറയാതിരിക്കാൻ. നീ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് പേടിയൊന്നും ആയില്ല. ആയില്ല, സത്യം. ദൈവത്തിനാണായില്ല.